അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതം എന്നുള്ളത് ഒരു പരീക്ഷണമായിട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല നിലയിൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നത് എന്നറിയുവാനായിട്ട് നമ്മുടെ പടച്ച റബ്ബ് വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ജീവിതം എന്നുള്ളത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നുള്ള ഈ ഒരു ആയത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. സൂറത്ത് മുൽക്കിലെ ആയത്താണ് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ഒരു ആയത്തിന്റെ തഫ്സീറിൽ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നുണ്ട്, അഖ്ലസുഹു വ അസ്വബുഹു, ഏറ്റവും ശരിയായും ആത്മാർത്ഥമായും, വദാലിക അന്നല്ലാഹു ഖൽഖ ഇബാദഹു, അല്ലാഹു തന്റെ അടിമകളെ സൃഷ്ടിക്കുകയും ഈ ലോകത്ത് അവരെ നിശ്ചയിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് മാറിപ്പോകേണ്ടവരും എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയും അവരോടവൻ കൽപ്പിച്ചു, വിരോധിച്ചു. കൽപ്പനകൾക്കൊക്കെ എതിരെ പ്രവർത്തിക്കുവാനുള്ള പ്രേരണകൾ നൽകുകയും എന്നാൽ ആ പ്രേരണ നൽകുന്ന ദേഹേച്ഛകളെ നൽകി പരീക്ഷിച്ചിട്ടും അവന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങിയവർക്ക് ഇരുലോകത്തും നല്ല പ്രതിഫലം നൽകുവാനും അതുപോലെ തന്നെ അവന്റെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും തന്റെ മനസ്സിന്റെ ഇച്ഛകളോട് താല്പര്യം കാണിക്കുകയും ചെയ്യുന്നവന് മോശമായ പ്രതിഫലവും ലഭിക്കുന്നു എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നു. നമുക്കറിയാം, അള്ളാഹുവിന്റെ പരീക്ഷണം പല വിധേനയുണ്ട്. അള്ളാഹ് പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്തി വബശ്ശിരി സാബിരീൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിങ്ങനെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവിടെ അല്ലാഹ് പറഞ്ഞത് വബശ്ശിരി സാബിരീൻ, ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷവാർത്ത അറിയിക്കാന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒട്ടനവധി പരീക്ഷണങ്ങൾ കടന്നു വരാം. ആ പരീക്ഷണങ്ങളിൽ ഓരോ വിശ്വാസി എന്ന നിലയിൽ അവൻ ക്ഷമിക്കുമ്പോഴും സഹിക്കുമ്പോഴുമാണ് അവനിക്ക് യഥാർത്ഥ പ്രതിഫലം ലഭിക്കുക. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് പ്രവാചകന്മാരാണ്. ഏറ്റവും കൂടുതൽ ലോകത്ത് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ പരീക്ഷണം അവരുടെ ഈമാന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാവരുടെയും പരീക്ഷണം ഒരേപോലെ ആയിരിക്കത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവനെ പരീക്ഷിക്കുമെന്നാണ്. ഒരാൾ വിശ്വസിച്ചു എന്നതുകൊണ്ട് അവൻ പരീക്ഷിക്കപ്പെടാതിരിക്കുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം അല്ലാഹ്ക്ക് അറിയണം നമ്മളുടെ ആത്മാർത്ഥത, നമ്മളുടെ ഉള്ളിലെ നിയ്യത്ത് എന്താണെന്നുള്ളത്. ചിലപ്പോഴൊക്കെ കുറച്ചധികം സൗകര്യങ്ങൾ നൽകി അല്ലാഹ് പരീക്ഷിക്കും. ആ സമയത്ത് നമുക്ക് ഇബാദത്തുകൾ ചെയ്യാനായിട്ട്, നമസ്കരിക്കാനായിട്ട്, എല്ലാ വക്കത്തും കൃത്യമായി നിസ്കരിക്കാനായിട്ട് നമുക്ക് പറ്റിക്കൊള്ളണമെന്ന്. എന്നാൽ ആ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കുറവുണ്ടാകുമ്പോൾ നമ്മളുടെ ഈമാൻ എങ്ങനെയായിരിക്കും, നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കും? നമുക്ക് വാഹന സൗകര്യം ഉള്ളപ്പോൾ പള്ളിയിലേക്ക് നമ്മൾ ചിലപ്പോൾ കൃത്യമായിട്ട് സമയങ്ങളിൽ പോകും. അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ലൊരു ജോലി ഉണ്ടെങ്കിലും നമ്മൾ ഒരു പക്ഷേ അള്ളാഹുവിലേക്ക് നന്നായിട്ട് അടുക്കാം. എന്നാൽ ഇതിലെന്തെങ്കിലും ഒരു കുറവുണ്ടാകുമ്പോൾ നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാകും. ഒരുപക്ഷെ നല്ല സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഒരു ദുരനുഭവം ഉണ്ടായാൽ കുടുംബത്തില്, മക്കളില്, ഭാര്യമാരില്, ഉപ്പയില്, ഉമ്മയില് എങ്ങനെ വേണ്ട പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ
നമ്മൾ എങ്ങനെ അതിനെ നേരിടുന്നു എന്നെന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ടെസ്റ്റ് ചെയ്യും. അങ്ങനെ പല രീതിയിലും അള്ളാഹു ഇത് ടെസ്റ്റ് ചെയ്യും. നമുക്കറിയാം, ഇബ്ലീസിനെ അള്ളാഹ് പരീക്ഷിച്ചു, അഹങ്കാരം കൊണ്ട് പരീക്ഷിച്ചു. അവിടെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ ഒരു കൽപ്പനയെ തീർത്തും അവഗണിച്ചുകൊണ്ടിട്ടാണ് ഇബ്ലീസ് ആദ്യമായിട്ട് അള്ളാഹുവിനെ എതിരെ പ്രവർത്തിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ പരീക്ഷണത്തിൽ അവൻ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ഹാമാനിനെയും ഖാറൂനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊണ്ട് പരീക്ഷിച്ചു. സമ്പത്ത് ഒരുപാട് കൊടുത്തു. എന്നാലോ അവിടെ താനാണ് ഇതെല്ലാം ഉണ്ടാക്കി എന്നുള്ള ധാരണയിൽ നിന്നു അവസാനം ശിക്ഷിക്കപ്പെട്ടു. ഇതുപോലെ തന്നെ ഇസ്രായേലിയരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശനിയാഴ്ചകളിൽ നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോകാൻ, മത്സ്യം പിടിക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? ആ കൽപ്പനയെ നിരാകരിച്ചുകൊണ്ട് അവിടെ അള്ളാഹിന്റെ പരീക്ഷണങ്ങൾക്കെതിരെ അവർ പ്രവർത്തിക്കുകയുണ്ടായി. ആ സമയത്ത് അന്നന്നില്ലാത്ത തരത്തിലുള്ള ഖൈർ അവിടെ നൽകി. അതായത് മത്സ്യം അന്നേ വരെ കാണാത്ത രീതിയിൽ കണ്ടു. അതിനടിസ്ഥാനത്തിലാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന എന്ത് ചെയ്തു? അവിടെ മുഖവിലക്കെടുക്കാതെ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ അറിയണം. നമ്മളുടെ യഖീൻ, നമ്മൾ ദൃഢമായിട്ടാണോ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നത് എന്നത് അള്ളാഹുവിനെ അറിയേണ്ടതുണ്ട്. പലപ്പോഴും ആ പരീക്ഷണത്തെ തിരിച്ചറിയാതെ പല ആളുകളും ദീനിൽ നിന്ന് തന്നെ പാടെ അകന്നു പോകാറുണ്ട്. ഏറ്റവും നല്ല ഹൈറായ രീതിയിലുള്ള ജീവിതം നമുക്ക് നൽകി കുറച്ചൊക്കെ ഭയമോ പട്ടിണിയോ ദാരിദ്ര്യമോ അത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്നെന്ത് ചെയ്യും? അള്ളാഹു പരീക്ഷിക്കും. ഏറ്റവും വലിയ പരീക്ഷണം നമ്മുടെ ഹൃദയങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ആ സമാധാനം, മനസ്സമാധാനം എന്നുള്ളത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പല ആളുകളും പല കോപ്രായങ്ങളും കാണിക്കും. ജീവിതത്തിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ടാകും. പല ആളുകളും നിരീശ്വരവാദത്തിലേക്കും ഒക്കെ പോകാനുള്ള കാരണം അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന ചില ട്രോമകളായിരിക്കും. ചില പരീക്ഷണങ്ങൾ, ചില മരണങ്ങൾ, ചില ഒറ്റപ്പെടലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഇതൊക്കെ നേരിട്ട് കഴിയുമ്പോൾ അവൻ വിചാരിക്കുന്നത് അല്ല എന്നുള്ളതില്ല, ദൈവം എന്നുള്ളതില്ല, സമാധാനം നമ്മൾ തന്നെ കണ്ടെത്തണം. അങ്ങനെ സമാധാനത്തിന് വേണ്ടിയിട്ട് പല മയക്കുമരുന്നുകളിലേക്കും മദ്യങ്ങളിലേക്കും ഏറ്റവും അവസാനം സഹിക്കവയ്യാതെ ആത്മഹത്യയിലൊക്കെ പോകുന്നുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അവൻ അവന്റെ റബ്ബിനെയും റബ്ബിന്റെ പരീക്ഷണത്തെയും റബ്ബ് നൽകിയിട്ടുള്ള ആ ഒരു തീരുമാനത്തെയും അറിയാതെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് സത്യത്തിൽ അവനിക്കതിനെ തരണം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ പല രീതിയിലും കടന്നു വരിക തന്നെ ചെയ്യും. അള്ളാഹ് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, മുസ്ലിമായി, ഒരു മുഅഹ്ഹിദായി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ പരീക്ഷിക്കപ്പെടാതിരിക്കുമോ? അള്ളാഹ് ചോദിക്കുകയാണ്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ ചുമ്മാതെ എങ്ങ സ്വർഗത്തിൽ പോകാമെന്ന് കരുതിയോ എന്ന് അള്ളാഹ് ചോദിക്കേണ്ടി. അപ്പോ നമ്മുടെ ജീവിതത്തിലും ഒട്ടനവധി പരീക്ഷണങ്ങൾ നമുക്ക് കടന്നു വരാം. സാമ്പത്തികമായിട്ടായിരിക്കാം, ശാരീരികമായിട്ടായിരിക്കാം, രോഗങ്ങൾ കൊണ്ടായിരിക്കാം, നമ്മുടെ ഉറ്റവരായിട്ടുള്ള ആളുകളുടെ വേർപാട് കൊണ്ടായിരിക്കാം, അവർ നമ്മിൽ നിന്ന് അകന്നു പോകുന്ന ആ ഒറ്റപ്പെടൽ കൊണ്ടായിരിക്കാം. അങ്ങനെ ഒട്ടനവധി മേഖലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും, നമ്മളുടെ ഈമാന്റെ തോതനുസരിച്ച്. അപ്പൊ നമ്മിലേക്ക് വരുന്ന പരീക്ഷണങ്ങളെ നമ്മൾ എങ്ങനെ നേരിടണം, അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന ഒരു അപകടത്തെ എന്ന് വിചാരിക്കാം. ആ അപകടത്തെ അള്ളാഹ് വെച്ചിരിക്കുന്ന തീരുമാനമാണ് എന്ന് കരുതിക്കൊണ്ട് അതിനെ നേരിടണോ, അതിലേക്ക് വന്നോട്ടെ, അതോ ആ അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം? എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണം, അല്ലേ? അതിനൊരു ഉദാഹരണം പറഞ്ഞാല്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു മദീനയിൽ നിന്ന് സിറിയയിലേക്ക് പോകുന്ന സമയത്ത് സർഗ് എന്നുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു വിവരം ലഭിക്കാണ്, സിറിയയിലേക്ക് പോകണ്ട, അവിടെ പ്ലേഗ് ബാധ അവിടെ സ്പ്രെഡ് ആയിട്ടുണ്ട്. പ്ലേഗ്, പകർച്ചവ്യാധി. ആ ഒരു പകർച്ചവ്യാധി പെട്ടാല് മരണമാണ്, ഉറപ്പാണെന്നാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലേഗ് ബാധ സ്ഥിരീകരിച്ചപ്പോഴേ എല്ലാവരും കൂടെ കൂട്ടം കൂടി ആലോചിച്ചു, എന്ത് ചെയ്യണം.
അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു അവിടെ നിന്ന് മദീനയിലേക്ക് തിരിച്ചു പോകാം. ഉടനെ ഒരു സ്വഹാബി ഒന്ന് ചോദിക്കുകയുണ്ടായി, ഉമറേ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് തിരിഞ്ഞു പോവാണോ? അള്ളാഹു ഒരു പക്ഷേ തീരുമാനിച്ചിരിക്കുന്നത് അവിടേക്ക് എത്താനായിരിക്കാം. രോഗം അള്ളാഹ് നൽകുന്നതല്ലേ, അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോകാം, തിരിഞ്ഞു പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു പറയുന്ന ചരിത്രത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ചില വാക്കുകളുണ്ട്. അതായത്, ഇവിടേക്ക് എത്താൻ തീരുമാനിച്ചത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇതുപോലെ തന്നെ തിരിച്ചു മടങ്ങാനും അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിന് വേറെ ഉദാഹരണം പറയുന്നത്, നല്ല 2 താഴ്വര നമുക്കുണ്ടെങ്കിൽ, നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ താഴ്വര, എന്നാൽ വരണ്ടുണങ്ങിയ മറ്റൊരു താഴ്വര, ഏതിലേക്കാണ് നമ്മുടെ കാലിയെ നമ്മൾ പറഞ്ഞേക്കാം? സ്വാഭാവികമായിട്ടും പച്ചപ്പ് നിറഞ്ഞ താഴ്വരയിലേക്കായിരിക്കും. അപ്പോൾ ഏത് താഴ്വരയിലേക്ക് പോകണമെന്നുള്ള തീരുമാനം നമുക്ക് തീരുമാനിക്കാം. അത് അള്ളാഹുവിന്റെ ഖദറാണ്. അവിടെ ഒരു സ്ഥലത്തേക്കും മറ്റു സ്ഥലത്തേക്കും പോകാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്. ഇദാ സമിഅതു ബിഹി ബി അർളി ഫലാ തഖ്ദമു അലൈഹി വഇദാ വഖഅ ബി അർളി വഅൻതും ബിഹാ ഫലാ തഖ്റജു ഫിറാറ മിൻഹു. അതായത്, ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചതായി നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കരുത്. ഇനി നിങ്ങൾ ഇരിക്കുന്ന ഒരു നാട്ടിലാണ് അത് പുറപ്പെട്ടതെങ്കിൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായി നിങ്ങൾ ആ നാട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യരുത്. ഇവിടെ നമുക്ക് ഒരു അപകടത്തെ നമ്മൾ മുന്നിൽ കണ്ടാൽ അവിടെ അള്ളാന്റെ തീരുമാനമല്ല എന്ന് കരുതി അതിലേക്ക് കയറി കൊടുക്കല്ല, മറിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ അത് കൂടി നമ്മൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണമെന്നാണ് ഇവിടെ ഈ ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് കഠിനമായ പരീക്ഷണങ്ങൾ കടന്നു വരും. ആ കഠിനമായ പരീക്ഷണങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നാൽ നമുക്കിപ്പോഴുള്ള ഈമാൻ ആയിരിക്കില്ല ഒരുപക്ഷെ അവിടെ. പരീക്ഷണം റബ്ബ് നൽകാൻ ഉദ്ദേശിച്ചാൽ നല്ല രീതിയിൽ തന്നെ റബ്ബ് പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊടുത്തുള്ള പരീക്ഷണമല്ല അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന് കൊടുക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന് കൊടുത്ത പരീക്ഷണമല്ല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു കൊടുക്കുന്നത്. അവരുടെ ഈമാന്റെ തോതനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം കൊടുക്കുക. പ്രവാചകനും സുഹാബത്തിനും കൊടുത്ത ഒരു പരീക്ഷണത്തിന്റെ അംശം നമുക്ക് വന്നാൽ നമ്മൾ താങ്ങൂല. അവർക്കത് കൊടുത്തത് അത് താങ്ങാൻ കഴിയുന്നു. അള്ളാഹു പറഞ്ഞ എന്താ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തുള്ള തരൂല എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹ് നമുക്കൊരു പരീക്ഷണം നൽകാൻ തീരുമാനിക്കുമ്പോഴേ അതിന്റെ കാഠിന്യം കുറയ്ക്കുവാനായിട്ടുള്ള സ്റ്റെപ്പുകൾ നമുക്കുണ്ടാകണം. പരീക്ഷണം എന്തായാലും ഉണ്ടാവും, പക്ഷേ ആ കഠിനമായ പരീക്ഷണം നമ്മിലേക്ക് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മിലേക്ക് ആ ഒരു കഠിനമായ പരീക്ഷണങ്ങൾ വരാതിരിക്കാനുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട്, ഒരു പരീക്ഷണം നമ്മിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രാർത്ഥന പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകിയിട്ടുണ്ട്. അതിലൊരു പ്രാർത്ഥനയാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകുന്നേരം 3 തവണ ചൊല്ലിയാൽ പ്രഭാതമാകുന്നത് വരെ പെട്ടെന്നുണ്ടാകുന്ന യാതൊരു വിപത്തും അവനെ ബാധിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ പ്രദോഷത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അവന്റെ നാമത്തോടൊപ്പം അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു തുടങ്ങിയാൽ ഭൂമിയിലോ ആകാശത്തോ ഒരു വസ്തുവും ഉപദ്രവമേൽപ്പിക്കുകയില്ല. അവൻ സർവ്വവും കേൾക്കുന്നവനും സർവ്വവും അറിയുന്നവനുമാകുന്നു. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസങ്ങളിലും അസ്റിന് ശേഷം പ്രാർത്ഥിച്ചാൽ പ്രഭാതം വരെ നമുക്ക് പ്രൊട്ടക്ഷനാണ്. അതുപോലെ സുബൈക്ക് ശേഷം അദ്കാർ ചൊല്ലുന്ന സമയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ സുബൈ നമസ്കാരത്തിന് ശേഷം പ്രാധാന്യം കൊടുത്തത് അദ്കാറുകൾക്കാണ്. ഖുർആൻ പാരായണത്തിനേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ടുള്ള വലിയ പ്രാധാന്യമാണ് അദ്കാറുകൾക്കുള്ളത്. അപ്പൊ സുബൈക്ക് ശേഷം നമ്മൾ ഈ ഒരു 3 തവണ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലിയാൽ നമുക്ക് എന്തായി, വൈകുന്നേരം വരെ പ്രൊട്ടക്ഷനായി. വലിയ പെട്ടെന്നുള്ള വിപത്തുകൾ എന്ത് ചെയ്യൂല, നമ്മിലേക്ക് വന്ന് ഭവിക്കുകയില്ല എന്നാണ് ഈ ഒരു
പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. ഇത് ആരുടെ പ്രാർത്ഥനയാണ്? യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ആ ഒരു ടാസ്കിൽ നിന്ന് പ്രയാസം അനുഭവിച്ചുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നുണ്ട്? കടലിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹത്തെ കടലിൽ നിന്ന് എറിയുകയും ഒരു മത്സ്യം വിഴുങ്ങുകയും ആ മത്സ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്യുകയാണ്? അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അദ്ദേഹത്തെ ആ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് കരയിലേക്ക് തുപ്പുകയും ചെയ്യുന്ന നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. ഇവിടെ പ്രധാനമായിട്ടും ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ തൗഹീദിന്റെ വചനങ്ങളാണ്. ഒന്നാമതായിട്ട് എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ല, അല്ല അല്ലാതെ എന്തില്ല, മറ്റൊരു ആരാധ്യനുമില്ല. എന്നിട്ട് പറയുകയാണ് സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാകുന്നു. എന്നിട്ട് പറയാണ് ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടവനായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴൊന്ന് അള്ളാഹുവിന്റെ തൗഹീദ് നമുക്ക് ഹൃദയത്തിൽ സ്ഥാപിക്കാനും അതുപോലെ നമ്മിൽ ഉണ്ടാകുന്ന തെറ്റുകൾ, നമുക്കുണ്ടാകുന്ന ളുൽമുകൾ, അക്രമങ്ങൾ ഒക്കെ റബ്ബിലേക്ക് ഏറ്റു പറയാനും പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ നമ്മിലേക്ക് എന്ത് ചെയ്യാം? കടന്നു വരാനിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുമെന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ദുനിയാവിലെ കഷ്ടതകൾ തൗഹീദ് കൊണ്ട് തടുക്കപ്പെടുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും തടുക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് കഷ്ടതകളിൽ ചൊല്ലേണ്ട ദുആ തൗഹീദിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളുന്നതായത്. അതുകൊണ്ട് തന്നെയാണ് പ്രയാസങ്ങളിൽ അകപ്പെട്ടവൻ പ്രാർത്ഥിച്ചാൽ അതുമൂലം അള്ളാഹു അവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്ന ദുന്നൂനിന്റെ ദുആ തൗഹീദിന്റെ വചനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായത്. അതായത് ആ ഒരു യൂനുസ് അലൈഹി ഇസ്ലാമിനെ മത്സ്യത്തിൽ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു പ്രധാന കാരണം പോലും അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ, തൗഹീദിനെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ പോലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രാർത്ഥന നമുക്ക് ആഡ് ചെയ്യാം. എന്താ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യാം? എല്ലാ ദിവസങ്ങളിലും നമ്മളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യണം? പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജഹ്ദിൽ ബലാഇ വദർകി ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അഅദാ. അതായത് ജഹ്ദിൽ ബലാ, കഠിനമായ പരീക്ഷണം, കഠിനമായ നമുക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിൽ ഹൃദയം പൊടിയുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ പല ആൾക്കാർക്ക് ഉണ്ടാവും. നമ്മളുടെ ചുറ്റുമൊന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഭ്രാന്ത് പോലും ആകുന്ന ആൾക്കാരുണ്ട്. ജീവിതം അവസാനിപ്പിക്കുക അത് വെച്ചാൽ ആ ഒരു പരീക്ഷണം അവർക്ക് താങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല, താങ്ങാൻ പറ്റണില്ല. ചിലപ്പോൾ കടബാധ്യത കൊണ്ട് വീർപ്പുമുട്ടുന്ന ആളായിരിക്കും, പലിശകൾ കുന്നുകൂടി വീർപ്പുമുട്ടുന്ന ആൾക്കാരായിരിക്കും, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളായിരിക്കും. അങ്ങനെ ഒരു രീതിയിലും ക്ഷമിക്കാൻ പറ്റാത്തത്രയും കഠിനമായ പരീക്ഷണം അനുഭവിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ജഹദിൽ ബല. അതുപോലെ തന്നെ ദർഖി ശഖാ, ദൗർഭാഗ്യങ്ങൾ, അൻലക്ക്, ബാഡ് ലക്ക് എന്നൊക്കെ പറയത്തില്ലേ? ഒരു ഭാഗ്യമില്ലാത്ത അവസ്ഥ, എന്ത് തുടങ്ങിയാലും വിജയങ്ങളില്ലാത്ത അവസ്ഥ, എന്തിലേക്ക് പോയാലും ഒരു ഭാഗ്യം കെട്ടവൻ എന്നൊക്കെ പറയത്തില്ലേ? അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതാണ് ദർഖി ശഖാ എന്ന് പറഞ്ഞാൽ. അതുപോലെ സൂഇൽ ഖളാ, മോശമായ അവസ്ഥകൾ, മോശമായ രീതിയിലുള്ള അവസ്ഥകൾ നമ്മിലേക്ക് കടന്നു വരാം. പല ആളുകളെയും മോശമായ അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളവിടെ നമ്മൾ വിഷമിക്കുന്നുണ്ട്, അപ്പോൾ എന്താ അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലുള്ള അവസ്ഥ മറ്റുള്ളവർ നമ്മെ നോക്കി പറയുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. മോശമായ എന്തൊരവസ്ഥയാണ് എൻ്റെ എന്ന് പറയുന്ന മറ്റുള്ളവരുടെ വാക്കുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അത്തരത്തിലുള്ള സൂഇൽ ഖളാഇൽ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ശമാതത്തുൽ അഅദാ, ശത്രുക്കൾ നമ്മെ അതിജയിക്കുന്നു. ഇപ്പൊ നമ്മിലേക്ക് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പോലും മുസ്ലിമീങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആക്രമിക്കപ്പെടുന്നുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, മുസ്ലിമീങ്ങളുടെ ശത്രുക്കളൊക്കെ നമ്മെ അതിജയിക്കുക, കാഫിരീങ്ങളൊക്കെ നമ്മെ അതിജയിക്കുന്നതിൽ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജഹ്ദിൽ ബലാഇ വദർകി ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അഅദാ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ
എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ, കഠിനമായ പരീക്ഷണങ്ങൾ എന്ത് ചെയ്യില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് ഒറ്റ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന എത്രത്തോളം പ്രൊട്ടക്ഷനുകളാണ്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യാം, പ്രാർത്ഥിച്ചാൽ മോശമായ അവസ്ഥകളും ഇത്തരത്തിലുള്ള ശത്രുക്കളുടെ പരിഹാസങ്ങളും ഒക്കെ എന്ത് ചെയ്യും, നമ്മിലേക്ക് വരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട പ്രാർത്ഥനയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും ഇത് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിനർത്ഥം എന്താ, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചു, അള്ളാഹുവിനെ കൂടാതെ ഒരു ശക്തിയുമില്ല എന്നുള്ള ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ആരെങ്കിലും പുറത്തേക്കിറങ്ങിയാൽ അവനോട് ഇപ്രകാരം പറയപ്പെടുന്നതാണ്: നീ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു, നിനക്ക് ഇത് മതിയായതാണ്, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പിശാച് അവനെ വിട്ടു പോകുന്നതാണ്. ഒരു പിശാച് മറ്റൊരു പിശാചിനോട് പറയും, അവൻ സന്മാർഗം പ്രാപിച്ചു. പ്രാപ്തനും സംരക്ഷിക്കപ്പെടുന്നവനുമായ ഒരാളെ നീ എങ്ങനെ വഴിതെറ്റിക്കുമെന്ന് പിശാചുകൾ പരസ്പരം പറയുന്നതാണ്. ഈ ഒരു പ്രാർത്ഥന ചൊല്ലി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പരസ്പരം പിശാച് പറയും, ഇനി അവൻ്റെ അടുത്തേക്ക് പോകണ്ട. കാരണം എന്താണ്, ഭരമേൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പടച്ചോനിലേക്കാണ് എന്ത് ചെയ്തത്, അവൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അവൻ്റെക്ക് പോയി ഷെറുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യില്ല, നിനക്ക് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നീ അവൻ വിട്ടു പൊക്കോളാനായിട്ട് ഇബ്ലീസ് പറയുമെന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ പ്രാർത്ഥന. ഏതാ പ്രാർത്ഥന? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഒരു പ്രാർത്ഥന. അതുപോലെ അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെയും വൈകുന്നേരവും നമ്മൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതമാകുമ്പോഴും പ്രദോഷമാകുമ്പോഴും വൈകുന്നേരം ആകുമ്പോഴൊക്കെ ഈ പ്രാർത്ഥനാ വചനങ്ങൾ ഒരൊറ്റ ദിവസം പോലും ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. ആ പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. അല്ലാഹുമ്മ ഇസ്തർ ഔറാത്തി വആമിൻ റൗആത്തി. അല്ലാഹുമ്മ ഇഹ്ഫിദ്നി മിൻ ബൈനി യദയ്യ വമിൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി. അതായത് ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ തലത്തിലും നമുക്ക് പ്രൊട്ടക്ഷനാണ്. ഒന്നാമത് നമ്മൾ ചോദിക്കുന്നത് ആഫിയത്താണ്. നമുക്ക് എന്ത് കർമ്മങ്ങൾ ചെയ്യാൻ എന്ത് വേണം? ആഫിയത്ത് വേണം, ആരോഗ്യം വേണം, അല്ലേ? ആരോഗ്യമില്ലാതെ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റൂല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യത്തിനും നമുക്ക് എന്ത് വേണം? ആഫിയത്ത് വേണം, ഹെൽത്ത് വേണം. അപ്പൊ ആ ഹെൽത്ത് നമ്മൾ അള്ളാഹിനോട് എന്ത് ചെയ്യണം? എല്ലാ ദിവസങ്ങളും ചോദിക്കണം, അല്ലെ? അതായത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 3 കാര്യങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അവന് എല്ലാം ലഭിച്ചവനാണ് പറയുന്നത്. 3 കാര്യങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ ഒരു കാര്യം എന്താ? അവനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി, ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു ശരീരം. അതായത് നമുക്കുള്ള ഈ ആരോഗ്യത്തിന്റെ ആ ഒരു അനുഗ്രഹം നമ്മൾ തിരിച്ചറിയുന്നത് അതിന് ഏതെങ്കിലും ഒന്നിന് ഒരു കേടുപാട് സംഭവിക്കുമ്പോഴാണ്, അല്ലേ? എത്രയോ ആളുകൾ ഇന്നും ഹോസ്പിറ്റൽ വരാന്തയിൽ കിടക്കുന്നുണ്ട്, ICU വെന്റിലേറ്ററിൽ കിടക്കുന്നുണ്ട്. ഒന്ന് അറിഞ്ഞൊന്ന് മൂത്രമൊഴിക്കാൻ സാധിക്കാതെ എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇനി മൂത്രമൊഴിക്കുന്ന അറിയാതെ മൂത്രം തനിയെ പോകുന്ന എത്ര ആളുകളുണ്ട്. മലമൂത്ര വിസർജനം നടത്താൻ സാധിക്കാതെ ബാഗുകൾ ഇവിടെ കിഴിയിട്ടിട്ട് ബാഗുകൾ കൂടെ കൊണ്ട് കിടക്കുമ്പോഴും ഉണരുമ്പോഴും എവിടെ യാത്ര ചെയ്താലും അത് കൂടെ കൊണ്ട്, തന്റെ മലമടങ്ങിയ ബാഗ് കൂടെ കൊണ്ട് പോകുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതായത് അള്ളാഹ് നൽകിയ ഈ വലിയ അനുഗ്രഹമാണ് നമ്മുടെ ശരീരം എന്നുള്ളത്. അത് നഷ്ടപ്പെട്ടുന്ന, അതിന് കേടുപാടുകൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടമാണ്. അപ്പൊ അതിന് നഷ്ടമില്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണെന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. എന്നിട്ട് പറയാണ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും വേണം ആഖിറത്തിലും വേണം
എന്നിട്ട് പറയാണ് ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി, എന്റെ മതകാര്യത്തില്, എന്റെ ഐഹിക ജീവിതത്തില്, എന്റെ കുടുംബത്തില്, എന്റെ സമ്പത്തില് എനിക്ക് മാപ്പും സൗഖ്യവും നൽകണേ എന്നുള്ളവരോട് പ്രാർത്ഥിക്കാണ്. അത് മാത്രമല്ല, അള്ളാഹുവോട് ചോദിക്കാണ്, എന്റെ ദൗർബല്യങ്ങൾ നീ മറച്ചു വെക്കണേ റബ്ബേ, എന്റെ ഭയപ്പാടിൽ നിന്ന് എനിക്ക് സമാധാനം നൽകണേ റബ്ബേ. അതുപോലെ എന്റെ വലത്ത് നിന്ന്, ഇടത്ത് നിന്ന്, മേളിൽ നിന്ന്, താഴെ നിന്ന്, പിന്നിൽ നിന്ന് വരുന്ന എല്ലാ ശറുകളിൽ നിന്നും എനിക്ക് നീ എന്ത് ചെയ്യണം റബ്ബേ, ആഫിയത്തും കാവലും നൽകണം എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. അപ്പൊ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് എന്തായി, നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണെന്ന് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥന, നമുക്ക് എന്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അതൊക്കെ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു കാര്യമുണ്ട്, മൻ ഫുതിഹ ലഹു മിൻകും ബാബുദ് ദുആ, നിങ്ങളിൽ ആർക്കാണോ പ്രാർത്ഥനയുടെ വാതിൽ തുറക്കപ്പെട്ടത്, അർഹമത്ത് വമാ സുഇലല്ലാഹു ശൈഅ, അവന് കാരുണ്യത്തിന്റെ വാതിലുകളാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കപ്പെടുന്ന കാര്യങ്ങളിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് ആഫിയത്ത് ചോദിക്കുന്നതിനേക്കാൾ മറ്റൊന്നുമില്ല. അതായത് പ്രാർത്ഥിക്കാൻ കഴിയുക എന്നുള്ളതാണ് വലിയ സൗഭാഗ്യം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രാർത്ഥന സ്വീകരിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് വലിയ കാര്യം എന്നാണ്. കാരണം പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും. ഫഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, അള്ളാഹ് എന്നോട് പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും, അള്ളാഹ് ഉത്തരം നൽകും. അള്ളാഹ് പറയുന്ന കാര്യമാണ്, അള്ളാഹിന്റെ വാഗ്ദാനമാണ്. പക്ഷെ പ്രാർത്ഥിക്കേണ്ട രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകിയാൽ ഒരു റഹ്മത്തിന്റെ കവാടം അള്ളാഹ് തുറന്നിടുക എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ, ആഫിയത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഫിയത്ത്, ഈ പറഞ്ഞ എല്ലാം, കഴിഞ്ഞ ദുആ പറഞ്ഞില്ലേ, അതിലെല്ലാം ഉണ്ട്. നമ്മുടെ കുടുംബം, ധനം, സമ്പത്ത്, നമ്മുടെ ശരീരം, നമ്മുടെ ഈമാൻ, നമ്മുടെ മതം, നമ്മുടെ ദീൻ എല്ലാം അതിൽ ഉൾപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യാം, അധികരിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏഴാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പകർച്ചവ്യാധികൾ ബാധിച്ച സ്ഥലങ്ങളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നമ്മൾ മാറി നിൽക്കാം. നേരത്തെ സൂചിപ്പിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറഞ്ഞില്ലേ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി, ഇപ്പൊ കൊറോണ നമുക്ക് കഴിഞ്ഞുപോയി, കൊറോണയുടെ പകർച്ചവ്യാധി കടന്നുപോയി. അപ്പൊ അവിടെ എന്തായി, നമ്മൾ ചെയ്യേണ്ടത് ഒരു അപകടത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് പോയി ചാടുകയല്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒരു അപകടം മുന്നിൽ കാണുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകുന്നത് നമ്മുടെ ശരീരത്തിനും സമ്പത്തിനും നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ പ്രയാസമാണെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യാം, ആ സ്ഥലത്തേക്ക് പോകാതിരിക്കാം. അതിൽ നിന്ന് എന്ത് ചെയ്യാം, വിട്ടു നിൽക്കുക എന്നുള്ളതും അത്തരം മഹാകഠിനമായ പരീക്ഷണം നമ്മിലേക്ക് വരാതിരിക്കാനുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നന്മകൾ ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്താൽ നമ്മിലേക്ക് വരുന്ന കഠിനമായ പരീക്ഷണങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാണ്ടാക്കുമെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ മോശമായ അന്ത്യത്തിൽ നിന്നും, വിപത്തുകളിൽ നിന്നും, നാശങ്ങളിൽ നിന്നും മനുഷ്യനെ കാത്തു സൂക്ഷിക്കും. ഈ ദുനിയാവിൽ നന്മ ചെയ്യുന്നവർ തന്നെയാണ് പരലോകത്തിലും നന്മയുടെ ആളുകൾ. അതായത് നമ്മുടെ സഹോദരന് വേണ്ടിയിട്ട്, അവന്റെ പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന വിപത്തുകൾ എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തടയുമെന്നാണ്. അപ്പോൾ നമുക്ക് നന്മകൾ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും അവസരം ലഭിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, അതൊരിക്കലും ചെറുതായിട്ട് കാണണ്ട. ഒരാൾക്കൊരു ഖൈർ നമ്മൾ ചെയ്യാനായിട്ട് സഹായിക്കുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്യും, നമുക്ക് ഖൈർ നൽകും, നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും. പെട്ടെന്നുണ്ടാകുന്ന ചിലപ്പോൾ വിപത്തുകളായിരിക്കും, ചിലപ്പോൾ നമുക്ക് പോലും അത്ഭുതം തോന്നാം. ചില അപകടങ്ങൾ, നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന അപകടങ്ങൾ, ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമ്മൾ വിചാരിച്ച് കാണും, ഒരു സെക്കൻഡ് മാറിയിരുന്നെങ്കിൽ തലനാരിടയ്ക്കാണ് നമ്മൾ രക്ഷപ്പെട്ടത്, നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ടാണ്. അല്ല, ഒരുപക്ഷെ നമ്മൾ ചെയ്ത എന്തോ ഒരു നന്മ, ആ നന്മയുടെ അടിസ്ഥാനത്തിൽ നമ്മിലേക്ക് കടന്നു വരാനിരുന്ന വലിയ വിപത്ത് അത് നമ്മിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഒരു വെന്റിലേറ്ററിലോ ICUയിലോ ആയേന. പക്ഷെ അതിലേക്ക് എത്തിക്കാതെ എന്ത് ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിച്ചു. അത് നമ്മൾ ചെയ്ത ഒരു നന്മയുടെ പ്രതിഫലമായിരിക്കാം അള്ളാഹു നൽകിയത്. അപ്പൊ അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, രോഗങ്ങൾക്കുള്ള ഏറ്റവും വലിയ ചികിത്സകളിൽ പെട്ടതാണ് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക, നന്മ ചെയ്യുക, അള്ളാഹുവിനെ ഓർക്കുക, പ്രാർത്ഥന, അള്ളാഹുവിലേക്ക് പൂർണ്ണമായി മടങ്ങുക, പശ്ചാത്തപിക്കുക.
അതായത് നമുക്കുണ്ടാകാനുള്ള രോഗങ്ങൾ, ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകാം, വേദനകളുള്ള രോഗങ്ങൾ ഉണ്ടാകാം. അതിൽ നമുക്ക് മുക്തി ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. തൗബ ചെയ്യണം, അള്ളാനെ സ്മരിക്കണം, അള്ളാനെ ഓർക്കണം, പ്രാർത്ഥന, അതുപോലെ തന്നെ നന്മകൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെ ഇത് ചെയ്താൽ ഈ രോഗങ്ങളെ തടുക്കാനും പൂർണ്ണമായും ശമനം നൽകാനും ഭൗതികമായ മരുന്നുകളെക്കാൾ വലിയ സ്വാധീനമുണ്ട്. അപ്പം നമ്മൾ ഒരു രോഗം ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാറുണ്ട്. അതിന് നമുക്ക് ആശ്വാസം ലഭിക്കും, അത് സ്വീകരിക്കണം, തീർച്ചയാണ്. പക്ഷെ എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിനാണ് എന്ത് ചെയ്യേണ്ടത്? ശമനം വേണ്ടത്. ആ മാനസികമായിട്ടുള്ള ശമനവും അതോടൊപ്പം ആ രോഗം നമ്മിലേക്ക് കടന്നു വരുന്നത് കുറയ്ക്കാനും അതിന്റെ തീവ്രത കുറയ്ക്കാനും അത് പെട്ടെന്ന് ശമനം ലഭിക്കാനും സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തിക്കല്, നല്ല കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹുവിനെ ഓർക്കുക, പശ്ചാത്താപം മനസ്സുണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? പരമാവധി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 9ാമതായിട്ടുള്ള കാര്യമാണ് രാത്രി നമസ്കാരം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലൈക്കും ബി ഖിയാമിൽ ലൈലി ഫഇന്നഹു ദഅബസ്വാലിഹീന ഖബ്ലകും ഫഇന്ന ഖിയാമൽ ലൈലി ഖുർബതു ഇലല്ലാഹി വമൻഹാത അനിൽ ഇസ്മി വതക്ഫീറുൻ ലിസ്സയ്യാഅതി വമത്റദതു ലിദ്ദാഇ അനിൽ ജസദി. അതായത് നിങ്ങൾ രാത്രി നമസ്കാരം പതിവാക്കുക. നിശ്ചയമായും അത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ ശീലമാണ്. അത് അള്ളാഹുവിനോടുള്ള സാമീപ്യം സിദ്ധിക്കലും അത് തിന്മകളിൽ നിന്ന് തടയുന്ന സുരക്ഷയാണ്, പാപങ്ങൾ മായ്ച്ചു കളയുന്ന പ്രായശ്ചിത്തമാണ്, ശരീരത്തിൽ നിന്നും രോഗത്തെ ആട്ടിയകറ്റുന്ന ശമനാണ്. അപ്പോൾ രാത്രി നമസ്കാരം പതിവാക്കുന്ന, തഹജ്ജുദ് പതിവാക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന നേട്ടമാണ് നമ്മളുടെ രോഗത്തിന് ശമനമുണ്ട്. നമ്മളുടെ പശ്ചാത്താപ റബ്ബ് സ്വീകരിക്കും, പാപങ്ങൾ അല്ലാഹ് മായ്ച്ചു കളയും, തിന്മകൾ നമ്മിലേക്ക് കടന്നു വരുന്ന പ്രേരണകളെയൊക്കെ തടയും. ഇതൊക്കെ ലഭിക്കുന്ന ഒരു നേട്ടം തഹജ്ജുദ് നമസ്കാരമാണ്. രാത്രിയുടെ 3ാം യാമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം അവിടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹ് എല്ലാം നൽകും. ആ സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന എല്ലാ ഫിത്നകളെയും ഷറുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുമെന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10ാമതായിട്ടുള്ള കാര്യം, ഭക്ഷണ പാത്രങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ മൂടി വെക്കാനും വെള്ളം സൂക്ഷിക്കുന്ന പാത്രങ്ങളും അടച്ചു വെക്കാനുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇപ്രകാരം പറയുന്നതായിട്ട് കേട്ടു എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു പറയുന്നുണ്ട്. പാത്രങ്ങൾ മൂടി വെക്കുക, വെള്ളപാത്രങ്ങളുടെ വായ അടക്കുക. കാരണം വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, അന്ന് പകർച്ചവ്യാധി ഇറങ്ങി വരും. മൂടാത്ത പാത്രങ്ങളിലോ അടക്കാത്ത വെള്ളത്തിലോ ആ രോഗാണു ചെന്ന് പതിക്കാതിരിക്കുക. അതായത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം വർഷത്തിൽ ഒരു ദിവസം അള്ളാഹ് എന്ത് ചെയ്യും? ഒരു പകർച്ചവ്യാധിയെ ഈ ലോകത്തേക്ക് അയക്കും. അതെന്ത് ചെയ്യാം? നമ്മുടെ പാത്രങ്ങളിലേക്ക്, തുറന്നു വെക്കപ്പെട്ട ഭക്ഷണപാത്രങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യാം? ചെന്ന് പതിക്കാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? അതൊക്കെ അടച്ചു വെക്കാൻ സാധിക്കും. അപ്പം അതായത് നമ്മൾ എല്ലാ ദിവസങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാം? ഇത്തരം കഠിനമായ പരീക്ഷകൾ നമ്മിലേക്ക് വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ട ഭൗതികമായൊരു കാര്യം എന്താ? നമ്മുടെ വീട്ടിലെ ഭക്ഷണപാത്രങ്ങളും അതേപോലെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന പാനീയങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ എന്ത് ചെയ്യാം? അത് അടച്ച് മൂടി സേഫായിട്ട് വെക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അതായത് വഹാദ മിമ്മൻ ലാ തനാലുഹു അലൂമുൽ അത്തിബാഇ വമആരിഫുഹും. ഇതാകട്ടെ വർഷത്തിൽ ഒരിക്കൽ പടരുന്ന മഹാമാരിയെക്കുറിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിയിപ്പാണ്. ഭൗതികരായ ഡോക്ടർമാരുടെ ശാസ്ത്രശാഖകൾക്കോ അവരുടെ അറിവുകൾക്കോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നത്രയാണ്. അതായത് ഭൗതികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇതെന്താണ് ഈ പേമാരി, ഈ എന്താണ് ഈ രോഗം എന്നെന്ത് ചെയ്യാൻ പറ്റൂല, അറിയാൻ പറ്റൂല. അത് അള്ളാഹ് നിശ്ചയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹീഹായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. വഹീ മുഖേന അള്ളാഹ് അറിയിച്ച കാര്യമാണ്. അതിന് എങ്ങനെയാണ് എപ്പോഴാണെന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട? അന്വേഷിച്ചു പോകണ്ട. അത് നമ്മൾ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കാം. അപ്പൊ ഇത്തരം 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഠിനമായ പരീക്ഷണങ്ങൾ നമ്മിലേക്ക് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യും? സാധിക്കുമെന്ന് ഖുർആന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷണങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യൂല, അവസാനിക്കുകയില്ല. ഈ ലോകത്ത് നിന്ന് നാം വിട പറഞ്ഞു പോകുന്ന ആ ദിവസം വരെ നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും.
അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിശ്വാസം കൊണ്ട് പരീക്ഷിക്കും, മക്കളെ കൊണ്ട് പരീക്ഷിക്കും, രോഗത്തെ കൊണ്ട് പരീക്ഷിക്കും, ധനം കൊടുത്തും കൊടുക്കാതെയും പരീക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കരുതിയിരിക്കണം, അള്ളാഹുവിന്റെ പരീക്ഷണം ഏത് രൂപേനയും നമുക്ക് വന്നാലും അതിനെ നേരിടാനുള്ളൊരു തന്റേടം നമുക്കുണ്ടാകും. ചിലപ്പോൾ ചില ആളുകൾ തകർന്നു പോകുന്നതും ചില പരീക്ഷണങ്ങൾ വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വിശ്വാസിയുടെ കാര്യം ഭയങ്കര അത്ഭുതമാണ്. അവനിലേക്ക് ഒരു നന്മ വന്നാലും അവൻ എന്ത് ചെയ്യും? അവൻ അൽഹംദുലില്ലാ എന്ന് പറയും. അതുപോലെ തന്നെ അവനിലേക്ക് ഒരു തിന്മ വന്നാലും അവൻ ക്ഷമിക്കുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്യും. പലപ്പോഴും നമുക്കുണ്ടാകുന്നത് ഒരുപാട് സുഖസൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ട്, അൽഹംദുലില്ലാ പറയാറുണ്ട്. എന്നാൽ പെട്ടെന്ന് നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ശരീരത്ത്, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹനെ നമ്മൾ പഴിക്കും. ചിലപ്പോൾ എനിക്ക് മാത്രം എന്താ ഈ പരീക്ഷണം റബ്ബെനിക്ക് നൽകി എന്ന് പോലും നമ്മൾ എന്ത് ചെയ്യും? അവിടെ അള്ളാഹനെ പഴിക്കും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹ് പറഞ്ഞത്, യഥാർത്ഥ വിശ്വാസി എന്നാൽ അവന്റെ നന്മയിലും അവന്റെ ശർറിലും ഖൈറിലും ഒക്കെ എന്ത് ചെയ്യും? അള്ളാഹനെ സ്മരിക്കുകയും അവനെ സ്തുതിക്കുകയും അള്ളാഹ് പറഞ്ഞ പോലെ തന്നെ ബബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ നമ്മിലേക്ക് കടന്നു വരുന്ന പരീക്ഷണങ്ങളെ സഹിച്ചും ക്ഷമിച്ചും, ഇതെനിക്ക് എന്റെ റബ്ബ് നൽകിയതാണ്, മറ്റാർക്കും വന്നതല്ല, എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്. അതുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യണം പ്രാർത്ഥനയിലൂടെ. നേരത്തെ പറഞ്ഞ ഇത്തരം സ്റ്റെപ്പുകളിലൂടെ ആ കഠിനമായ പരീക്ഷണങ്ങൾ വരാതിരിക്കാനും ഇനി പരീക്ഷണങ്ങൾ വന്നാലും അത് ക്ഷമിക്കാനുള്ള കഴിവിനും നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് കടന്നു വരുന്ന പരീക്ഷണങ്ങളെ ഈമാനോടുകൂടി നേരിടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കഠിനമായ പരീക്ഷണങ്ങളെ തൊട്ട് റബ്ബ് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരീക്ഷണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. രോഗങ്ങൾ കൊണ്ട്, സാമ്പത്തികമായ ധനനഷ്ടം കൊണ്ട്, മാനസികമായ പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരീക്ഷണങ്ങളൊക്കെ ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുകൊള്ളുമാറാകട്ടെ. നമുക്ക് ഈ ഒരു അവസരം ഒരുക്കിത്തന്ന ഈ വീടിനും കുടുംബക്കാരനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.